മർദ്ദനമേറ്റ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. അധ്യാപകനായ എം അശോകനെതിരെ ബേഡകം പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 9562 66617. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവത്തിൽ പ്രധാനാധ്യാപകൻ എം അശോകനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. കുട്ടിയെ അന്യായമായി തടങ്കലിൽ വെച്ചതിനും മർദ്ദിച്ചതിനും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവുമാണ് ബേഡകം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 11-നാണ് 10ാം തരം വിദ്യാർത്ഥിക്ക് പ്രധാനാധ്യാപകനായ അശോകനിൽ നിന്നും മർദ്ദനമേറ്റത്. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽ കാലുകൊണ്ട് നീക്കിയതാണ് അധ്യാപകനെ പ്രകോപിതനാക്കിയത്. ഷോൾഡറിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോകുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. വിഷയത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇതേ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കർശന നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കുട്ടി ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ടാണ് അടിക്കേണ്ടി വന്നതെന്നുമാണ് അധ്യാപകൻ അധികൃതർക്ക് നൽകിയ വിശദീകരണം. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു. ഇന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം മോഹൻകുമാർ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. സംഭവം ഒതുക്കിത്തീർക്കുവാൻ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ടതായി വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞിരുന്നു. കേസ് ഒഴിവാക്കുവാൻ 1 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും അമ്മ വെളിപ്പെടുത്തി. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഇക്കാര്യം വിശദമായി പരിശോധിക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി ബാലാവകാശ കമ്മീഷൻ അംഗം മോഹൻകുമാർ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ അധ്യാപകൻ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് ശേഖരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം BJP, യൂത്ത് കോൺഗ്രസ്, KSU അടക്കമുള്ള സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.